നമസ്കാരം. SSLC പരീക്ഷയിൽ കണക്കിന് കഷ്ടിച്ച് കടന്നുകൂടിയ ആളാണ് ഞാൻ. ഇപ്പോൾ കണക്കാണ് ഏറെ പ്രിയപ്പെട്ട വിഷയം. ശീലകമറ്റരെ ആരംഭിക്കുന്നു. സ്കൂളിൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഇരട്ട വരയിട്ട പേപ്പറിൽ ദിവസേന കണക്കുകൾ എഴുതി സമയവും മറ്റും കണക്ക് കൂട്ടി എന്താണ് നമ്മുടെ ടേൺ അറൌണ്ട് ടൈം, അല്ലെങ്കിൽ കപ്പൽ വന്നു പോകുന്ന സമയം, അല്ലെങ്കിൽ പോർട്ടിന്റെ യൂട്ടിലൈസേഷൻ തുടങ്ങി പല കാര്യങ്ങളും ദിവസേന എഴുതി പോകുന്നതുകൊണ്ട് കണക്ക് വൈകിയാണെങ്കിലും അല്പം വഴങ്ങി തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ പോർട്ടിന്റെ റൈറ്റ്സ് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ റിലവൻസ് ഉയർത്തി കാണിക്കണമെങ്കിൽ ഇത്തരം വസ്തുതകൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥാപിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കണക്ക് ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെ വരുന്ന കപ്പലുകൾ രണ്ട് വിഭാഗം കപ്പലുകളാണ്. മദർ വെസലും ഫീഡർ വെസലും അല്ലാതെ വിദേശ പോർട്ടുകളിലോട്ട് പോവുകയും വിദേശ പോർട്ടുകളിൽ നിന്ന് വരികയും ആഭ്യന്തര പോർട്ടുകളിൽ നിന്ന് വരികയും ആഭ്യന്തര പോർട്ടുകളിലോട്ട് പോവുകയും, ഇത് രണ്ടും മാറി സംഭവിക്കാറുണ്ട്. വിദേശ പോർട്ടുകളിൽ നിന്ന് വന്ന് ആഭ്യന്തര പോർട്ടിലോട്ട് പോകാം, ആഭ്യന്തര പോർട്ടിൽ നിന്ന് വന്നിട്ട് വിദേശ പോർട്ടുകളിലോട്ട് പോകാം, ഇങ്ങനെയും സംഭവിക്കാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ എത്രത്തോളം കണ്ടെയ്നറുകളാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ പോകുന്നത്, കൃത്യമായ ഒരു കണക്ക് ഔദ്യോഗികമായി തരാൻ പറ്റുള്ളൂ. എന്നാൽ അത് തരുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അത് അവഗണിക്കാൻ പാടില്ല. നമ്മുടെ ഒരു ഊഹക്കണക്ക്, ഗെസ്റ്റിമേറ്റ് എന്ന് പറയും, അങ്ങനെയുള്ളൊരു കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം, ഇത് ഒരു വർഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവതരിപ്പിച്ചത്, 2000 ഫിനാൻഷ്യൽ ഇയർ 26 അവതരിപ്പിച്ചു. ഇനി ഓരോ മാസവും ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ 38.39% കണ്ടെയ്നറുകൾ ആഭ്യന്തര പോർട്ടുകളിൽ നിന്ന് വരികയോ പോവുകയോ ചെയ്തതാണ്. അപ്പോൾ ഒരു വലിയ ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് മാത്രം, രണ്ട് തരത്തിലും ഇതിനെ കാണാം. വിദേശ ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്ന് പറയാം. എത്രയാണ്? 61.6%. അങ്ങനെയുള്ള കണക്ക് വിദേശ ട്രാൻസ്ഷിപ്മെന്റ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതേ സമയത്ത് ആഭ്യന്തര വിപണിയിൽ നമ്മുടെ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഏകദേശം 50,238 കണ്ടെയ്നറാണ് കഴിഞ്ഞ മാസം ഈ ആഭ്യന്തര വിപണിയിലോട്ട് പോവുകയോ വരികയോ ചെയ്തത്. ആ ഇനത്തിൽ ഒരു $300 എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. 2011 കണക്കാണ് $300. പ്രധാനമന്ത്രിയുടെ കണക്കാണ്, അന്നത്തെ പ്രധാനമന്ത്രിയുടെ കണക്കാണ്. ഇന്നത് 400-500 ആയിട്ടുണ്ടാവും ട്രാൻസ്ഷിപ്മെന്റ് കോസ്റ്റ്. ആ കോസ്റ്റ് വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ കഴിഞ്ഞ മാസം മാത്രം TRV രാജ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് ഇനത്തിൽ ലാഭിച്ചു കൊടുത്തത് 144 കോടി രൂപയാണ്. ഒറ്റ മാസം 144 കോടി രൂപ. കേന്ദ്രം ഇവിടെ 800 കോടി രൂപ തരുന്നതിന് എന്തൊരു കോലാഹലമായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 2300 കോടി രൂപ ലാഭിച്ചു കൊടുത്തു. ഫോറിൻ എക്സ്ചേഞ്ച് വളരെ പ്രഷ്യസ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് 2300 കോടി രൂപയ്ക്ക് തുല്യമായത് 2024 ജൂലൈ മുതൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ലാഭിച്ചു കൊടുത്തെങ്കിൽ, ഇത് ഈ കഴിഞ്ഞ മാസത്തെ കണക്കാണ്. 144 കോടിക്ക് തുല്യമായ വിദേശ നാണ്യം ലാഭിച്ചു കൊടുത്തു. ഇത് ചുരുക്കമാണ്, മനസ്സിലാവാത്തവർക്ക് വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാം. TRV ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും 50,238 കണ്ടെയ്നർ ഇവിടെ വരികയോ പോവുകയോ ചെയ്യേണ്ട കണ്ടെയ്നർ കൊളംബോയിൽ പോകണം, അല്ലെങ്കിൽ പോർട്ട് ക്ലാങ്ങിൽ പോകണം, അല്ലെങ്കിൽ തജൂക്ക് ബലപ്പാസിൽ പോകണം, അല്ലെങ്കിൽ സലാലയിൽ പോകണം, അല്ലെങ്കിൽ ദുബായിൽ പോകണം. അവർക്ക് കൊടുക്കണം $300 വെച്ച്, കുറഞ്ഞത് $300 വെച്ച് അവർക്ക് കൊടുക്കണമായിരുന്നത് ഇപ്പോൾ അത് ഒഴിവായി. 50,238 കണ്ടെയ്നർ TRV ആഭ്യന്തര കണ്ടെയ്നർ മാത്രം. വിദേശത്ത് പോയതിന്റെ പണം അദാനിക്കാണ് കിട്ടുന്നത്, അതിന്റെ കണക്ക് അവർ പറയണം. ഇങ്ങനെ 144 കോടി രൂപ ഒറ്റ മാസം ലാഭിച്ചു കൊടുത്ത ഒരു കണക്കാണ് നമ്മുടെ തുറമുഖം മെയ് മാസത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്.
ഇനി നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ നീളത്തിന്റെ കണക്കിലോട്ട് വരാം. ബ്രേക്ക് വാട്ടർ പണിത് വിഷ്ണുവാണ് ഇന്നലെ രാത്രി എനിക്ക് വളരെ വൈകി ഒരു വിവരം അറിയിച്ചു. ബ്രേക്ക് വാട്ടർ ക്രോസ്ഡ് കോർപ്പറേഷൻ ബോർഡർ. സൂൺ ബർത്ത് വിൽ എൻറ്റർ കോട്ടുകാൽ പഞ്ചായത്ത്. കോർപ്പറേഷന്റെ അതിർത്തി കടന്ന് ബ്രേക്ക് വാട്ടർ തൊട്ടടുത്ത് കോട്ടുകാൽ പഞ്ചായത്തിലോട്ട് കടന്നു. ഈ മാപ്പൊക്കെ എന്റെ കോപ്പർനിക്കസ് മാപ്പാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് കണക്ക് കൂട്ടി അദ്ദേഹം പറഞ്ഞത് കോർപ്പറേഷന്റെ ഏരിയ കടന്നിപ്പോ പഞ്ചായത്തിലോട്ട് കടന്നിരിക്കുകയാണ്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? വരുമാനം. ഞാനത് ചോദിച്ചു, എന്താണ് ഇപ്പൊ കടലിൽ ഇങ്ങനെയുള്ള അധികാരമുണ്ടോ? പഞ്ചായത്തിനും കോർപ്പറേഷനും കടലിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ഒരു പക്ഷേ ഈ പഞ്ചായത്തിന് ഒരു ക്ലെയിം ഉണ്ട്. കോട്ടുകാൽ പഞ്ചായത്തിന് പോർട്ടിന്റെ ടാക്സ് ഇനത്തിൽ കോർപ്പറേഷൻ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന് കൂടി അർഹതപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിൽ ഒന്ന് ഇടപെട്ടാൽ കോട്ടുകാൽ പഞ്ചായത്തിന്, ഞങ്ങൾ ഒരുപാട് കാലം പറഞ്ഞതാണ് അവിടുത്തെ പഞ്ചായത്തിന് വലിയ വരുമാനം ലഭിക്കുമെന്ന് പറഞ്ഞത് സാധിക്കുവാനുള്ള ഒരവസരം കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു കോൺഗ്രസ് BJP യുദ്ധമായിട്ട് മാറാതെ, കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. കൃത്യം കണക്കുകൾ കൊടുത്താൽ വിഹിതം രണ്ടു കൂട്ടർക്കും കിട്ടും. അത് ഇനിയുള്ള കാലത്ത് കൂടുതൽ വിഹിതം കിട്ടും. എന്തായാലും വിഷ്ണു വളരെ മനോഹരമായ ആ ബ്രേക്ക് വാട്ടറിന്റെ ചിത്രം, കോർപ്പറേഷൻ കടന്ന് പഞ്ചായത്തിലേക്ക് പോകുന്ന ബ്രേക്ക് വാട്ടറിന്റെ ചിത്രം നമുക്ക് തന്നു. അതേസമയത്ത് ബ്രേക്ക് വാട്ടറിന്റെ അറ്റത്ത് ഒരു ഉപകരണം സ്ഥാപിച്ചിട്ടുള്ള വിവരം ഇൻകോയ്സ്, ദേശീയ സ്ഥാപനമാണ് ഇൻകോയ്സ്. ഇൻകോയ്സ് പറയുന്ന 1 കിലോമീറ്റർ ബ്രേക്ക് വാട്ടറിൽ നിന്ന് പണി നിർത്തിയിരിക്കുന്ന 1 കിലോമീറ്ററിനപ്പുറം കാലാവസ്ഥാ പ്രവചനം, ചുഴലി, തീര, കാറ്റ്, ഒഴുക്ക് ഇവയൊക്കെ പഠിക്കുവാൻ വേണ്ടി ഒരു ഉപകരണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആരും അതിനകത്ത് കേട് ഒന്നും സംഭവിക്കരുത്. മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയ്ക്ക് ആണവര് ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണം നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ സംബന്ധിച്ചും ഒരു പഠനം നടത്തുവാനുള്ള ശ്രമത്തിലാണ് അവരത് ഏർപ്പെട്ടിരിക്കുന്നതും അത് നിക്ഷേപിച്ചിരിക്കുന്നതും. കൃത്യമായും നമ്മുടെ തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടറിന്റെ ഏത് ഭാഗത്താണ് ആ ബോയ് വരുന്നത് അല്ലെങ്കിൽ ആ ഉപകരണം വരുന്നത് എന്നുള്ളത് ഈ മാപ്പിൽ വ്യക്തമാണ്. അതുകൊണ്ട് തുറമുഖത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും പ്രയോജനം ചെയ്യുന്ന ആ ഒരു പരീക്ഷണത്തെ നമുക്ക് വളരെ കരുതലോടെ സംരക്ഷിക്കാം. കഴിഞ്ഞ 88 ദിവസമായി നമ്മുടെ പുറംകടലിൽ, ഫിഷിംഗ് ഹാർബറിന്റെ പുറംകടലിൽ ഉണ്ടായിരുന്ന MT സോളിസ് എന്ന് പറയുന്ന ടാങ്കർ ഇന്നലെ യാത്ര തിരിച്ചു. വളരെ പെട്ടെന്ന്, താരതമ്യേന പെട്ടെന്നെന്ന് തന്നെ പറയാം. കാരണം അഖിതേത 163 ദിവസമാണ് പുറംകടലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ സോളിസ് 88 ദിവസമാണ്. മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമയും കപ്പലുടമയുമായിട്ടുള്ള ചർച്ച രമ്യമായി പരിഹരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ വിട്ടയച്ചത്. കപ്പൽ നേരെ കൊളംബോയിലോട്ടാണ് ഇന്നലെ പുറപ്പെട്ടു. ഇന്നലെ 26-26 20:44 8:44 കപ്പൽ ഇവിടെ നിന്നും പുറപ്പെട്ടത്. കൊളംബോയിലോട്ടാണ് പോകുന്നത്. 88 ദിവസമാണ്. മാർച്ച് 7 അപകടമുണ്ടായത്. ഇന്നലെ വരെ അത് 88 ദിവസം. അഖിതേജയുടെ കാര്യമാണെങ്കിൽ 9/7/25 7/7 ഇവിടെ കപ്പൽ വന്നു. 9/7 മുതൽ അറസ്റ്റിലായി. ഡിസംബർ 18 കഴിഞ്ഞ വർഷം ഡിസംബർ 18 അഖിതേത മോചിതയായത്. 163 ദിവസം എടുത്തു. ദേവിയത് ഈ സോളിസിന്റെ കാര്യത്തിൽ കാണിച്ച ഒരു താല്പര്യമെങ്കിലും നമ്മുടെ തുറമുഖത്ത് വരുന്ന കപ്പലുകളുടെ കാര്യത്തിൽ കാണിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഒടുവിൽ കഴിഞ്ഞ മാസത്തെ ട്രാക്കത്തോണിന്റെ സമ്മാനമാണ്. TRVയിൽ വരേണ്ട കണ്ടെയ്നർ കൊച്ചിയിൽ പോയി 23 ദിവസം എടുത്ത് TRVയിൽ തന്നെ എത്തിയ അദാനി ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത ശ്രീ ഓമനക്കുട്ടനാണ് ജേതാവ്. സമ്മാനം അദ്ദേഹം മോഹൻകുമാറിൽ നിന്ന് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം ട്രാക്കത്തോണിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു.